അൽഗോരിതമിക് ട്രേഡിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? അത്യാധുനിക കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് ഓഹരി വിപണിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇത്. ഇതിൽ മനുഷ്യർ നേരിട്ട് ഇടപെടുന്നതിന് പകരം കമ്പ്യൂട്ടറുകൾ മുൻകൂട്ടി നിശ്ചയിച്ച നിയമങ്ങൾക്കനുസരിച്ച് സ്വയം തീരുമാനങ്ങളെടുത്ത് ട്രേഡുകൾ നടത്തുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? വേഗതയും കാര്യക്ഷമതയുമാണ് പ്രധാന ലക്ഷ്യം. കമ്പ്യൂട്ടറുകൾക്ക് നമ്മളെക്കാൾ വളരെ വേഗത്തിൽ മാർക്കറ്റ് വിവരങ്ങൾ വിശകലനം ചെയ്യാനും ട്രേഡുകൾ നടത്താനും കഴിയും. അതുപോലെ മനുഷ്യർക്ക് സംഭവിക്കാവുന്ന വൈകാരികമായ തീരുമാനങ്ങൾ ഒഴിവാക്കാനും ഇത് സഹായിക്കുന്നു. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം, ട്രേഡർമാർ ചില ട്രേഡിംഗ് തന്ത്രങ്ങളും നിയമങ്ങളും കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിലേക്ക് നൽകുന്നു. ഈ പ്രോഗ്രാമുകൾ മാർക്കറ്റിലെ വില, അളവ്, സമയം തുടങ്ങിയ വിവരങ്ങൾ നിരന്തരം നിരീക്ഷിക്കുകയും നിശ്ചയിച്ച വ്യവസ്ഥകൾ പാലിക്കപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കായി ട്രേഡുകൾ നടത്തുകയും ചെയ്യുന്നു. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് വേഗതയും കാര്യക്ഷമതയും തന്നെയാണ്. പിന്നെ വൈകാരിക പക്ഷപാതം കുറയ്ക്കുന്നു. അതുപോലെ പഴയ ഡാറ്റ ഉപയോഗിച്ച് തന്ത്രങ്ങൾ പരീക്ഷിച്ച് മെച്ചപ്പെടുത്താനും സാധിക്കും. ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, മൂവിംഗ് ആവറേജ്, ക്രോസ് ഓവർ, പ്രൈസ് ട്രെൻഡ് ഫോളോയിംഗ്, ആർബിട്രേജ് തുടങ്ങിയ തന്ത്രങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്നു. പക്ഷേ ഇതിന് ചില വെല്ലുവിളികളുമുണ്ട്. ഇത് ചെയ്യാൻ പ്രോഗ്രാമിംഗ് അറിയണം, സാമ്പത്തിക വിപണികളെക്കുറിച്ച് നല്ല ധാരണ വേണം. അതുപോലെ നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. വലിയ ട്രേഡുകൾ നടത്തുമ്പോൾ മാർക്കറ്റിനെ തന്നെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട്. ഇന്ത്യയിൽ ഇത് നിയമപരമാണ്, പക്ഷേ യുടെ നിയമങ്ങൾ പാലിക്കണം. ചുരുക്കി പറഞ്ഞാൽ, അൽഗോരിതമിക് ട്രേഡിംഗ് ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ട്രേഡിംഗ് നടത്തുന്ന ഒരു രീതിയാണ്. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ അതിന്റെ നല്ല വശങ്ങളും മോശം വശങ്ങളും അറിഞ്ഞിരിക്കണം.